വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ നമ്മൾ മോഡ്യൂൾ 3 എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മോഡ്യൂൾ 3 യൂണിറ്റ് 1 ആണ് ഇൻട്രൊഡക്ഷൻ ടു ജി എസ് ടി. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഇൻകം ടാക്സിൻ്റെ അതായത് ടോട്ടൽ ഇൻകം കണ്ടെത്തുന്നതും അതുകൂടാതെ ഇൻകം ടാക്സ് അതോറിറ്റീസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, ഈ വക ചാപ്റ്റേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞതാണ്. ഇനി നമ്മുടെ പ്രൊസീജിയർ ഓഫ് ഇൻകം ടാക്സ് ഫയലിംഗ് അതും കണ്ടു. അപ്പോൾ ഫയലിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതായത് ITR 1, ITR 2 അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ജി എസ് ടി എന്നുള്ളതാണ്. അപ്പോൾ ജി എസ് ടി എന്താണ് എന്നുള്ളതാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ് ജി എസ് ടിൻ്റെ പേര്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് റിഫോം ഇൻ ഇന്ത്യ. ഇന്ത്യയിലൊരു ടാക്സ് റിഫോം ആയിരുന്നു. 2017 ജൂലൈ 1 ജി എസ് ടി നിലവിൽ വരുന്നത്. അതിനു മുൻപ് വാറ്റ്, ഇങ്ങനെ പല ടാക്സുകളുണ്ടായിരുന്നു. സെൻട്രൽ എക്സൈസ് ലോ, സർവീസ് ടാക്സ് ലോ, വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ്, അങ്ങനെ പല ടാക്സുകൾ ഒന്നിപ്പിച്ചിട്ട് ജി എസ് ടി ആക്കി മാറ്റിയതാണ്. ഓക്കെ, ജി എസ് ടി ഈസ് എക്സ്പെക്റ്റഡ് ടു ബ്രിങ്, അതായത് വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ളതാണ് ജി എസ് ടിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ജി എസ് ടിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അത് 5 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ജി എസ് ടി ഇസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് റിഫോം ഇൻ ഇന്ത്യ എന്നുള്ളത് എഴുതുക. ജി എസ് ടി is a comprehensive multi-stage destination-based tax which is levied on every value addition. പിന്നെ ജി എസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ടാക്സുകളാണ്? അത് സെൻട്രൽ എക്സൈസ് ലോ, സർവീസ് ടാക്സ് ലോ, വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ്, ഇതൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ളതാണ് ജി എസ് ടി എന്നുള്ളത് എന്താണ് എഴുതി വെക്കുക. ജി എസ് ടി ഈസ് എക്സ്പെക്റ്റഡ് ടു ബ്രിങ് ടുഗദർ സ്റ്റേറ്റ് എക്കണോമീസ് ആൻഡ് ഇംപ്രൂവ് ഓവറോൾ എക്കണോമിക് ഗ്രോത്ത്. ജി എസ് ടി എന്താണ്? സ്റ്റേറ്റ് എക്കണോമീസിനെ ഒന്നിച്ചു കൂട്ടാനും ഒരു ഓവറോൾ എക്കണോമിക് ഗ്രോത്ത് വളർത്താനും സഹായിക്കുമെന്നുള്ളതാണ് പറയുന്നത്. വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നുള്ളതാണ് ജി എസ് ടിയുടെ സ്ലോഗൻ. വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. 160 കൺട്രിയിൽ എന്താണ് ജി എസ് ടി നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് നോക്കി വെക്കുക. ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന്, അതായത് ഇപ്പോൾ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതുക എന്നുള്ളതാണ്. ഹിസ്റ്ററി ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യ. നമുക്കറിയാം ജി എസ് ടി നിലവിൽ വന്നത് ജൂലൈ 1, 2017 അതിന് മുൻപുണ്ടായിരുന്ന പലതരത്തിലുള്ള ആക്റ്റുകൾ, ഈ പലതരത്തിലുള്ള ഇൻകം ടാക്സ് ആക്റ്റുകൾ, ഇൻകം ടാക്സ് അല്ല, ഈ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്, സർവീസ് ടാക്സ്, വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, സ്റ്റേറ്റ് എക്സൈസ്, സെൻട്രൽ എക്സൈസ്, അങ്ങനെ പലതുണ്ടായിരുന്നു. അതിനെല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ടാണ് ജി എസ് ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം റീപ്ലേസിംഗ് നമ്പർ ഓഫ് അതർ ടാക്സസ് ദാറ്റ് വാസ് അപ്ലൈഡ് ടിൽ ഡേറ്റ് June 30, 2017. The discussions of GST bill have been in process for more than 2 decades. 2 ദശാബ്ദങ്ങളായിട്ട് ജി എസ് ടി എന്താണ് ഒരു വിഷയം നമ്മുടെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 2000 പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ആണ് ജി എസ് ടിയുടെ കോൺസെപ്റ്റ് ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. 2003 എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ടാസ്ക് ഫോഴ്സിനെ കൊണ്ടുവന്നു. 2004 ഗവൺമെൻറ് മാറി. പിന്നീട് മൻമോഹൻ സിംഗും പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ജി എസ് ടി കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നെ നിലവിലുള്ള NDA ഗവൺമെൻറ്റാണ് ഇപ്പോൾ ജി എസ് ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കാനുള്ളത് ഹിസ്റ്ററി വരുമ്പോഴാണ്. ഏകദേശം ഈ ഒരു 2 പാരഗ്രാഫ് ഒന്ന് വായിച്ച് വെക്കുക. അപ്പോൾ ഇതിൽ ഹിസ്റ്ററിയിൽ 2000 എന്താണ് ജി എസ് ടി, ഇത് ഒന്ന് നോക്കിയാലും മതി. ഇപ്പോൾ ഇത് നോക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ഇതിങ്ങനെ അക്കമിട്ടിട്ട്. ഇപ്പോൾ 2000 എന്താണ് ഈ പറഞ്ഞ പ്രൈം മിനിസ്റ്റർ ജി എസ് ടിയെ കുറിച്ച് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നു. 2003 എന്താണ് ഒരു ടാസ്ക് ഫോഴ്സിനെ ഓൺ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റിന് അണ്ടർ വിജയ് കേൽക്കർ കൊണ്ടുവരുന്നു. 2004 ടാസ്ക് ഫോഴ്സ് ജി എസ് ടി എന്താണ് കൊണ്ടുവരാൻ, മറ്റ് ടാക്സുകളെയൊക്കെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരാൻ പറയുന്നു. 2006 ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ഓഫ് ജി എസ് ടി വാസ് മെയ്ഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഡ്യൂറിങ് 2006-07. പിന്നെ 2009 എന്താണ് എംപവേർഡ് കമ്മിറ്റി റിലീസ്ഡ് ദ ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ. 2011 115ാമത്തെ അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 2014 122ാമത്തെ അമെൻമെൻറ്റ് ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 2016 101st അമെൻമെൻറ്റ് ആക്ട് 2016 വരുള്ളൂ. 2017 CGST, SGST, IGST, UTGST ആൻഡ് കോമ്പൻസേഷൻ സെസ് റെക്കമെൻഡ് ചെയ്യുന്നു. ഏപ്രിൽ 2017 എന്താണ് ഇത് പാസ്സാവുന്നു. CGST, SGST, IGST, UTGST ആൻഡ് കോമ്പൻസേഷൻ സെസ് ആക്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്റ്റാണ് CGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ആക്റ്റാണ് SGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ആക്റ്റാണ് IGST, UTGST യൂണിയൻ ടെറിട്ടറി GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്.
അപ്പോൾ ഇത് നാലും പിന്നെ അതിന് കൂടെ കോമ്പൻസേഷൻ സെസ് ചില സ്റ്റേറ്റുകൾക്ക് എന്താണ് നഷ്ടമാണ് GST വന്നതുകൊണ്ട്, അപ്പോൾ അവർക്ക് കോമ്പൻസേഷനും കൊടുക്കാമെന്നുള്ളതുണ്ട്. അപ്പോൾ അതിനൊരു ആക്ട് ഉണ്ട്. എല്ലാം കൂടി ചേർന്നിട്ടാണ് 2017 ജൂലൈ 1 GST ലോ നിലവിൽ വരുന്നത്. അത് 101ാമത്തെ അമെൻമെൻറ്റുമാണ്. ജൂലൈ 2017 ജമ്മു കാശ്മീർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും GST നിലവിൽ വന്നത്. ഇനി അഡോപ്ഷൻ ഓഫ് GST ഇൻ ഇന്ത്യയാണ്. അപ്പോൾ ഈ GSTൻ്റെ നിരക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇന്ത്യ സിൻസ് ലോഞ്ചിങ് GST ഓൺ ജൂലൈ 1, 2017 ഇംപ്ലിമെൻറ്റ് 5 ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ്. 0 നിരക്കുകൾ വരുന്നതൊന്ന് ഭക്ഷണ സാധനങ്ങൾക്ക് 0 നിരക്കാണ്, ബുക്സിന് 0 നിരക്കാണ്, ന്യൂസ് പേപ്പർ, ഹോം സ്പൺ കോട്ടൺ ക്ലോത്ത്, അതായത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കോട്ടൺ ക്ലോത്തിന് 0 GST ആണ്. ഹോട്ടൽ സർവീസ് അണ്ടർ ₹1000, ഹോട്ടൽ സേവനത്തിന് 1000 രൂപയ്ക്ക് താഴെ വരുന്നത് എന്താണ്, GST 0 ആണ്. ഇനി 0.25 അത് റഫ് ഇൻഡസ്ട്രിയൽ ഡയമണ്ട്സിന് 0.25 ആണ് GST വരിക, 0.25%. 5% വരുന്ന പാക്ക്ഡ് ഫുഡിന് വരും, ഫുട്വെയറിന് വരും, അണ്ടർ ₹500 ആണ്. ഓക്കെ, അപ്പാരൽ ബിലോ 1000നും പിന്നെ പാക്ക്ഡ് ഫുഡ് ഐറ്റംസ്, ഫുട്വെയർ അണ്ടർ. അപ്പാരൽ മീൻസ് എന്താണ്? ഓക്കെ, അപ്പോൾ അപ്പാരൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിത്തരങ്ങളാണ്. അപ്പോൾ 1000 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് 5% ഉണ്ട്. പിന്നെ പാക്ക് ചെയ്ത ഫുഡ് ഐറ്റംസിനും 5%. പിന്നെ ഫുട്വെയർ അണ്ടർ 500, 500 താഴെ വരുന്ന ചെരുപ്പ് ഉൽപ്പന്നങ്ങൾക്ക് 5% GST. പിന്നെ 1000 രൂപയ്ക്ക് മുകളിലുള്ള അപ്പാരലിൽ തുണിത്തരങ്ങൾക്ക് 12% GST ഉണ്ട്. ഫ്രോസൺ മീറ്റിന് 12%, കട്ട്ലറീസിന് 12%, ഷുഗർ ബയോഡീസലിന് 12% GST. 18% ടാക്സ് റേറ്റ് വരുന്നത് ലക്ഷറി ഐറ്റംസ്, മേക്കപ്പ്, പേസ്ട്രീസ്, സ്വിമ്മിംഗ് പൂളുകൾ, പിന്നെ ഫുട്വെയർ കോസ്റ്റിംഗ് മോർ ദാൻ 500 18%. ഫുട്വെയർ 500 കഴിഞ്ഞാൽ പിന്നെ 18ആണ്. 5% ആണ് 500ന് താഴെ വരുന്നത്. 500ന് മുകളിൽ വരുന്നത് 18ആണ്, 12ലല്ല. പിന്നെ ഫൈനൽ ബ്രാക്കറ്റ് ടാക്സിങ് അറ്റ് ₹28% ആണ്. 28% 50 ലക്ഷറി പ്രൊഡക്ട്സ് ഉണ്ട്, ദോസ് ഡീംഡ് സിൻഫുൾ. സൺസ്ക്രീന്, സെറാമിക് ടൈൽസ്, ബീഡി, ഇന്ത്യൻ സിഗരറ്റ്, കാറ്, മോട്ടോർ സൈക്കിളിനൊക്കെ 28% GST എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രീവിയസ് സിസ്റ്റം വിത്ത് നോ GST ഇംപ്ലൈ ദാറ്റ് ടാക്സ് ഇസ് പെയ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് മാർജിൻ അറ്റ് എവറി സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു സംഗതി മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഈ GSTൻ്റെ റേറ്റുകൾ, ഡിഫറെൻറ്റ് റേറ്റ്, അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് GST ആണ്. GSTൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? GST ഈസ് അപ്ലിക്കബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അതായത് GST സപ്ലൈ ഓഫ് ഗുഡ്സിലാണ് നടക്കുക. സപ്ലൈ ചെയ്യുമ്പോഴാണ് GST ഈടാക്കുക. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. സപ്ലൈ ഓഫ് GST ഈസ് അപ്ലിക്കബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അത് മാത്രം പോയിന്റ് ഇതുവരെ വെച്ചിട്ട് എന്താണ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ GST ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ. ഇപ്പോൾ GST ആർക്കാ വാങ്ങാൻ പറ്റുന്നത് വെച്ചാൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് GST അങ്ങനെ കിട്ടുന്നുള്ളതാണ് കാര്യം. ഒരുപാട് പേര് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് കഴിക്കുന്ന നേരത്ത് ഇവിടുന്നാണ് ആൾക്കാർ കൂടുതൽ വാങ്ങുന്നതെങ്കിൽ ഇവിടെയാണ് GST നമുക്ക് ഈടാക്കാൻ സാധിക്കുക. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ് GST. ഇറ്റ് ഈസ് എ ഡ്യുവൽ GST വിത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സൈമൾട്ടേനിയസ്ലി. ഡ്യുവൽ GST ആണ്. സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും, അല്ലെങ്കിൽ സെൻട്രൽ GST, UT GST ഇതൊക്കെ ഒരുമിച്ച് വരിക ചെയ്യാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് GST എന്താണെന്ന് വെച്ചാൽ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ വരുമ്പോൾ, ഇപ്പോൾ ഈ പറയുന്ന പോലെ മനസ്സിലാക്കുക. അപ്പോൾ കേരളത്തിനുള്ളിൽ തന്നെയാണ് ഈ വിക്കലും വാങ്ങലും നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് ഉള്ളിലാണ് വിക്കലും വാങ്ങലും നടക്കുന്നതെങ്കിൽ അവിടെ ഒരു സെൻട്രൽ GST വരും, ഒരു സ്റ്റേറ്റ് GST വരും. ഇനിയിപ്പോൾ കേരള അതേമാതിരി തമിഴ്നാട് ഇടയ്ക്കാണ് വിക്കലും വാങ്ങലും നടക്കുന്നതെങ്കിൽ അവിടെ സെൻട്രൽ GST വരും, ഇൻ്റഗ്രേറ്റഡ് GST വരും. അപ്പോൾ ഇനിയിപ്പോൾ കേരളവും പോണ്ടിച്ചേരിയും തമ്മിലാണ് ഇടപാടെങ്കിൽ അവിടെയും സെൻട്രൽ GST വരും, ഇൻ്റഗ്രേറ്റഡ് GST വരും. ഇനി പോണ്ടിച്ചേരി അല്ലെങ്കിൽ ഈ മാഹിയോ പോണ്ടിച്ചേരി അങ്ങനെ UT നണ്ടലാണ് ഈ വിക്കലും വാങ്ങലും നടക്കുന്നതെങ്കിൽ സെൻട്രൽ GST വരും, UT GST വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് GST ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനാണ് നടക്കുക എന്നുള്ളതാണ്. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓർ സർവീസസ്.
would be treated as interstate supply. ഇമ്പോർട്ടഡ് ഗുഡ്സും സർവീസും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അത് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. CGST അല്ലെങ്കിൽ SGST അല്ലെങ്കിൽ IGST would be levied at the rate to be mutually agreed. Would be levied at rate to be mutually agreed upon the central and state. The rates would be notified on the recommendation of GST Council. GST Council അടിസ്ഥാനത്തിലാണ് അത് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് SS would be imposed on demerit goods to raise resource for providing compensation to states as states may lose revenue owing to implementation of GST. ഒരു കോമ്പൻസേഷൻ സെസ് ഉണ്ട്. അത് ചില സ്റ്റേറ്റുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി GST വന്നതുകൊണ്ട് അവരെ വരുമാനം കുറഞ്ഞിട്ടുണ്ട്, അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാനാണ്. പിന്നെ GST വുഡ് റീപ്ലേസ് ദ ഫോളോയിങ് ടാക്സ്. GST റീപ്ലേസ് ചെയ്യുന്ന ടാക്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്: ഒന്ന് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ എക്സൈസ് മെഡിസിനും ടോയ്ലറ്റ് പ്രിപ്പറേഷനും, പിന്നെ അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, ഡ്യൂട്ടീസ് ഓൺ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ്, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ്, പിന്നെന്താണ് ഡ്യൂട്ടീസ് ഓൺ കസ്റ്റംസ്, CVD കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. പിന്നെ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി SAD, പിന്നെന്താണ് സർവീസ് ടാക്സ്, സെസ്സും സർചാർജും, അതർ സ്റ്റേറ്റ് ടാക്സ്, സ്റ്റേറ്റ് വാറ്റ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, പിന്നെ വരുന്നത് പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് അമ്യൂസ്മെൻറ്റ് ടാക്സ്, ടാക്സ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്, ടാക്സ് ഓൺ ലോട്ടറി, സ്റ്റേറ്റ് സെസ്. പിന്നെ GST would apply on all goods and service except alcohol and for human consumption. Alcohol for human consumption എപ്പോഴും വാറ്റാണ്. പിന്നെ എന്താണ് GST on 5 specified petroleum product, crude, petrol, diesel, ATF, natural gas would be applicable on date to be recommended by GST Council. ഇതുവരെ ക്രൂഡ് ഓയിലിനും പെട്രോളിനും ഡീസലിനും ഈ പറയുന്ന എയർക്രാഫ്റ്റ് ഫ്യൂവലിനും നാച്ചുറൽ ഗ്യാസിനും എന്താണ് GST വന്നിട്ടില്ല. അത് എപ്പോഴാണോ ഈ റെക്കമെൻഡേഷൻ വരുന്നത് അപ്പോഴേക്ക് വരുള്ളൂ. ടൊബാക്കോ പ്രൊഡക്റ്റിനും എന്താണ് GST ഇതുവരെ വന്നിട്ടില്ല. അത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടീസൊക്കെയാണ് വരിക. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ GST കുറിച്ചുണ്ട്. അപ്പോൾ നിങ്ങളിതിലൊരു 10 പോയിൻ്റ് പഠിച്ചു വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പോയിൻ്റുകളും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ GST പെടാത്തത് എന്തൊക്കെയാണ്? ആൽക്കഹോളും ഈ ക്രൂഡ് ഓയിലുകളുമാണ്. അതൊന്ന് നോക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്കോപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ സ്കോപ്പ് എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ സാധ്യതകൾ, അത് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദ ആക്ട് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ആ സമയങ്ങളിൽ 2017 ജമ്മു ആൻഡ് കാശ്മീരിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഭരണഘടന ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോഴാകുമ്പോൾ എന്താണ് അതിപ്പോൾ ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ ആവശ്യം വരുന്നില്ല. കാര്യം അതൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയിട്ടുണ്ട്. സോ GST ഈസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ലെവിഡ് ഓൺ സെയിൽസിലാണ് ഇത് ലെവി ചെയ്യാന്ന് വെച്ചാൽ അതിലാണ് അവിടെ ആ ടാക്സ് നമുക്ക് ബാധകമാവുക. അതായത് സെയിൽസ് നടക്കുമ്പോഴാണ്, മാനുഫാക്ചർ നടക്കുമ്പോഴും പിന്നെ കൺസംഷൻ നടക്കുമ്പോഴും ബാധകമാവും. നാഷണൽ ലെവലിലാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിൻ്റുകൾ മാത്രം, അതിൽ ഈ 2 പോയിൻ്റ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. GST would apply to all goods other than specified petroleum product and alcoholic product for human consumption. GST would apply to all service barring a few to be specified. അത് കഴിഞ്ഞിട്ട് ഗുഡ്സ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് GST. അപ്പോൾ ഏതൊക്കെ ഗുഡ്സാണ് GSTയിൽ പെടാത്തത് അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ഈ 3 ഗുഡ്സാണ്. ഒന്ന് ആൽക്കഹോളിക് ലിക്കർ, അത് ക്ലോസ് 12A പ്രകാരം ആർട്ടിക്കിൾ 366 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ GST മീൻസ് എനി ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എക്സെപ്റ്റ് ഓഫ് സപ്ലൈ ഓഫ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. അപ്പോൾ ക്ലോസ് 12A ആർട്ടിക്കിൾ 366 ആൽക്കഹോളിക് ലിക്കർ GSTയിൽ പെടുന്നില്ല എന്ന് പറയുന്നത്. അതിനിപ്പോഴും സെൻട്രൽ വാറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് സ്പെസിഫൈഡ് പെട്രോളിയം പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ചില സ്പെസിഫൈഡ് പെട്രോളിയം പ്രൊഡക്റ്റ്, അതായത് പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, അതായത് നമ്മുടെ വിമാനത്തിന് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ, ഇതിനൊന്നും എന്തില്ല, അപ്പോൾ GST ഇല്ല, ഒക്കെ വാറ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് പെട്രോളിൻ്റെ വില കുറയാത്തത്. പെട്രോളിൻ്റെ വില GST വന്നാൽ കുറച്ചും കൂടി എന്താണ് അതിന് വില കുറയണം എന്നുള്ളതാണ്. പിന്നെ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്റ്റ്, അതായത് ഈ പറയുന്ന നമ്മുടെ ഈ പുക വലിയ ഉൽപ്പന്നങ്ങൾ, അപ്പോൾ അതിന് പുകയില പോലത്തെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ എന്താണ് വാറ്റാണ് ഇപ്പോഴും ഉള്ളത്. അതും GST പെടുന്നതല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം, മാർക്ക് ചെയ്ത് വെക്കുക. ചോദിക്കാൻ ചാൻസ് ഉണ്ട് GSTയിൽ പെടാത്ത ഗുഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. നീഡ് ഫോർ GST ഇൻ ഇന്ത്യയിൽ GSTയുടെ ആവശ്യങ്ങൾ, ഈ പോയിന്റുകൾ മാത്രം നോക്കിയാൽ മതി. ഈ ഒരു സെൻറ്റൻസ് നോക്കണ്ട.
ഇന്ത്യയിൽ ജി എസ് ടിൻ്റെ ആവശ്യകത, ജി എസ് ടിൻ്റെ നീഡ് എന്താണെന്നുള്ളതാണ്. സോ ദ പ്രസൻറ്റ് സിസ്റ്റം അലൗസ് ഫോർ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടി ഈസ് ലൈക്ലി ടു റാഷണലൈസ് ഇറ്റ്. അതായത് ഒരുപാട് ടാക്സുകൾ ഉണ്ടാകുന്നതാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി റാഷണലൈസ് ചെയ്യാനായി, കുറച്ചും കൂടി നമ്മുടെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിൽ ജി എസ് ടി വരുമ്പോൾ എല്ലാം കൂടി യൂണിഫൈഡ് ആയി കഴിഞ്ഞാൽ നല്ലതാണ്. മെനി ഏരിയാസ് ഓഫ് സർവീസ് വിച്ച് ആർ അൺടാക്സ്ഡ്. അപ്പോൾ ജി എസ് ടി വന്നപ്പോൾ ഒരുപാട് ഏരിയ അൺടാക്സ്ഡ് ആയി കിടന്ന സർവീസ് മേഖലയിലൊക്കെ പല ടാക്സുകൾ വന്നു എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് തലത്തിൽ നല്ലതാണ്, അത് വ്യക്തികൾ അല്ലെങ്കിൽ സിറ്റിസൺസിന് എത്രമാത്രം നല്ലതെന്ന് പറയാൻ പറ്റില്ല. കാര്യം ടാക്സ് എല്ലാ മേഖലയിലും വരുമ്പം സാധനങ്ങളുടെ വില കൂടുക ചെയ്യാം. ജി എസ് ടി വിൽ ഹെൽപ്പ് ടു അവോയ്ഡ് ഡിസ്റ്റോർഷൻ കോസ്റ്റ് ബൈ പ്രസൻറ്റ് കോംപ്ലക്സ് ടാക്സ് സ്ട്രക്ചർ. അതായത് കോംപ്ലക്സ് ആയിരുന്നു ടാക്സ് സ്ട്രക്ചർ, ഒരുപാട് ടാക്സുകൾ വരുമ്പോഴാണ് അതിൻ്റെ സ്ട്രക്ചർ വളരെ കോംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ ജി എസ് ടി ആ കോംപ്ലക്സിറ്റീസും ആ ഡിസ്റ്റോർഷൻസൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്നുള്ളതാണ്. പിന്നെ എക്സിസ്റ്റിംഗ് ടാക്സസ്, ദാറ്റ് ഈസ് എക്സൈസ്, വാറ്റ്, സി എസ് ടി, എൻട്രി ടാക്സ് ഹാവ് കാസ്കേഡിങ് എഫക്ട്സ് ഓഫ് ടാക്സ്. അപ്പോൾ ഇതിനൊക്കെ കാസ്കേഡിങ് എഫക്റ്റുകൾ വരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ വാറ്റൊക്കെ തന്നെ 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ 2 പ്രാവശ്യം ടാക്സ് ഒരേ ഉൽപ്പന്നത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയാം. അത് ഈ എക്സൈസ് ഡ്യൂട്ടിക്കും വാറ്റിനും സെൻട്രൽ സെയിൽസ് ടാക്സ്, സി എസ് ടി, എൻട്രി ടാക്സിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ജി എസ് ടിക്ക് വരില്ല എന്നുള്ളതാണ്. ജി എസ് ടി വിൽ ലീഡ് ടു ക്രെഡിറ്റ് അവൈലബിലിറ്റി ഓൺ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് വരുമ്പോൾ ഒരു ടാക്സ് ക്രെഡിറ്റ് കിട്ടാനൊക്കെ സഹായകമാകും എന്നാണ് പറയുന്നത്. ദെൻ ഇൻട്രൊഡ്യൂസിങ് ജി എസ് ടി വിൽ ഡു മോർ ദാൻ സപ്ലൈ, റീഡിസ്ട്രിബ്യൂട്ട് ദ ടാക്സ് ബേർഡൻ ഫ്രം വൺ സെക്ടർ ഓർ ഗ്രൂപ്പ് ഇൻ ദ എക്കണോമി ടു അനദർ. അതായത് ഈ ടാക്സ് കൃത്യമായിട്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എല്ലാ മേഖലകളിലേക്കും, അതായത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും വാങ്ങും, അതിനൊരു വീതം ഈ പറഞ്ഞ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും ടാക്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ജി എസ് ടി സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ അത് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരും, അത് ട്രാൻസ്പെറൻസി കൊണ്ടുവരും, എൻഷുർ ടാക്സ് കംപ്ലയൻസ് അക്രോസ് ദ കൺട്രി. രാജ്യൊട്ടാകെ ഒരു സിംഗിൾ ടാക്സ് വരും. ജി എസ് ടി വിൽ അവോയ്ഡ് ഡബിൾ ടാക്സേഷൻ. ഈ 10 പോയിന്റുകൾ നോക്കി വെക്കുക. ജി എസ് ടിയുടെ നീഡ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു 10 പോയിന്റ് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇനി ജി എസ് ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് ഈ പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിലിപ്പോൾ ദ മെയിൻ എയിം ഓഫ് ജി എസ് ടി, ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, വിച്ച് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടേം പ്രിറ്റി മച്ച് ആസ് ഗുഡ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ടാക്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഇതിൽ എഴുതി വെച്ചിരുന്നതാണ്, ബാക്കി പോയിന്റുകൾ എഴുതുക. 1 country 1 ടാക്സ് സിസ്റ്റമാണ്, ഒരു രാജ്യത്തിൽ ഒരു ടാക്സ് സിസ്റ്റം മതി എന്നുള്ളതാണ് ജി എസ് ടിൻ്റെ ആദ്യ ഒബ്ജക്റ്റീവ്. പിന്നെ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണത്. നമ്മൾ സാധനം വാങ്ങിയാൽ മാത്രമേ ടാക്സ് വരുള്ളൂ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് വരില്ല. യൂണിഫോം രജിസ്ട്രേഷൻ ആയതുകൊണ്ട് പേയ്മെൻറ്റും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റൊക്കെ കിട്ടും എന്നുള്ളതാണ്. പിന്നെ എലിമിനേറ്റ് ഡബിൾ ടാക്സേഷനും കാസ്കേഡിങ് എഫക്റ്റൊക്കെ കുറയ്ക്കും. സബ്സ്യൂം ഓൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻഡയറക്റ്റ് ടാക്സ്, ഒരുവിധപ്പെട്ട എല്ലാ ഇൻഡയറക്റ്റ് ടാക്സിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ടാക്സ് ഇവേഷൻ, അതായത് ടാക്സ് വെട്ടിപ്പ്, അതേമാതിരി കറപ്ഷൻ, ഈ പറയുന്ന നമ്മുടെ അഴിമതിയൊക്കെ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, പിന്നെ GDP റേഷ്യോ വർദ്ധിപ്പിക്കുക, ടാക്സ് റെഗുലേഷൻസ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുക, പിന്നെ റെഡ്യൂസിങ് എക്കണോമിക് ഡിസ്റ്റോർഷനാണ്. ഇതിൽ ഏതെങ്കിലും 5 പോയിന്റ് പഠിച്ചു വെക്കുക. ആദ്യം 5 പോയിന്റ് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജി എസ് ടി ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ട്രഡീഷണൽ, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് വാറ്റ് സിസ്റ്റം, ഇൻഡയറക്റ്റ് ഓർ വാറ്റ് ടാക്സ് സിസ്റ്റം ആൻഡ് ജി എസ് ടി. പണ്ടത്തെ സിസ്റ്റവും ജി എസ് ടി തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ വാറ്റ് സിസ്റ്റത്തിൽ ഇതിൻ്റെ സ്കീം നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലക്സ് സ്കീമാണ്. സിൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ലോ, റേറ്റ് ആൻഡ് അതോറിറ്റി. ഇപ്പോൾ സർവീസ് ടാക്സ് വേറെ ഒരു ഗവൺമെൻറ് ഏജൻസി ആയിരുന്നു അത് വാങ്ങിക്കൊണ്ടിരുന്നത്. സെയിൽസ് ടാക്സ് വേറെ ആയിരുന്നു. എക്സൈസ് ഡ്യൂട്ടീസ് നമുക്കറിയാം, അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളായിരുന്നു ഈ ടാക്സൊക്കെ ഓരോന്നും പിരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതൊരു കോംപ്ലക്സ് ആയിരുന്നു. സ്കീമിൻ്റെ പ്രകാരം നോക്കുകയാണെങ്കിൽ ജി എസ് ടി കുറച്ചുകൂടി സിമ്പിളാണ്. മൊത്തത്തിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന് അണ്ടറിലേക്ക് വരിക. ഇനി ടാക്സ് നിരക്കുകൾ പല ടാക്സ് നിരക്കുകളായിരുന്നു. എക്സൈസ് ഡ്യൂട്ടി 12.36, സർവീസ് ടാക്സ് 14 ആയിരുന്നു. ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു CGST SGST ആയിട്ടൊരു നിരക്കാണ് വരിക. അതിന് പല റേറ്റുകൾ ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് ഇന്ത്യ ഒട്ടാക്ക ഒരു നിരക്കാണ്. പിന്നെ കാസ്കേഡിങ് എഫക്റ്റ് ഇസ് ദെയർ. ഇവിടെ കാസ്കേഡിങ് എഫക്റ്റ് വരും, കാര്യം ഡബിൾ ടാക്സേഷനൊക്കെ വരും, ഇവിടെ വരില്ല. ദി സിറ്റുവേഷൻ വിൽ നോട്ട് ബി ദെയർ. CST വിൽ ബി എലിമിനേറ്റഡ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് IGST. അതായത് സെൻട്രൽ സെയിൽസ് ടാക്സ് ഇപ്പോൾ ഇല്ല, അതിന് പകരം IGST വന്നതുകൊണ്ട് കാസ്കേഡിങ് എഫക്റ്റ് വരില്ല. ടാക്സ് ബേർഡൻ സ്വതവേ ഇത് ഹൈ ആണെന്നാണ് പറഞ്ഞത്, ഇത് കുറവാണെന്നാണ് പറഞ്ഞത്. സിറ്റിസൺസിന് ടാക്സ് ബേർഡൻ കുറവാണെന്നാണ് പറഞ്ഞത്.
കോസ്റ്റ് ബേർഡൻ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂ ടു കാസ്കേഡിംഗ് എഫക്റ്റ് ഇതിന് ചിലവ് കൂടുതലാണ്, ഇതിന് ചിലവ് കുറവാണ്. കോസ്റ്റ് ബേർഡൻ ജി എസ് ടിക്ക് കുറവാണ്. പിന്നെ കൺകറൻറ്റ് പവർ, ദർ ഇസ് നോ പവർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ദ സെയിം സബ്ജക്റ്റ് മാറ്റർ. ഇവിടെ സെൻട്രലിനും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരേ പവർ ഉണ്ട് ജി എസ് ടിയിൽ, ഇവിടെ അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും 5-6 പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ ടാക്സ് കംപ്ലയൻസ് വരുന്നത് എന്താണ്? ടാക്സ് കംപ്ലയൻസ് ഈസ് കോംപ്ലെക്സ് ബിക്കോസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ ടാക്സ് റെഗുലേഷൻ. ടാക്സ് കംപ്ലയൻസ് എന്താണ്? അത് കോംപ്ലക്സ് ആണ്. ഇവിടെ ടാക്സ് കംപ്ലയൻസ് ബിക്കം സിംപ്ലർ ആസ് ദർ ഈസ് ഓൺലി വൺ ഇൻഡയറക്റ്റ് ടാക്സ്. പിന്നെ ടാക്സുകൾ ഇവൻറ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ആണ്, ഇവിടെ എന്താണ്? ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ലെവി ടാക്സ് എന്താണ്? 2 സ്റ്റേജിലാണ്. പ്രൊഡക്റ്റ് മൂവ് ഔട്ട് ഓഫ് ഫാക്ടറിയും അറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് ടാക്സ് ഈടാക്കുക. ടാക്സ് ഷെയർ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കിട്ടുക. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ടാക്സ് ഷെയർ കിട്ടും. അപ്പോൾ ഒരു 10 പോയിന്റ് നോക്കി വെക്കുക. 5 പോയിന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. 10 പോയിന്റ് എസ്സേ ചോദിക്കുകയാണെങ്കിൽ എന്താണ് എഴുതി വെക്കുക. എന്താ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക? ഡിഫറൻസ് ബിറ്റ്വീൻ വാറ്റ് ഓർ ജി എസ് ടി ചോദിക്കും, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഇൻഡയറക്റ്റ് ടാക്സ് ഓർ ജി എസ് ടി ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു 10 പോയിന്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ജി എസ് ടി ആണ്. ജി എസ് ടി കൊണ്ട് നമ്മൾ നേരത്തെ നീഡാക്കണം. അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതായിരുന്നു ഇതിന് മുൻപ് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ജി എസ് ടിയുടെ ആവശ്യകതയായിരുന്നു. അത് ഞാൻ പറഞ്ഞൊരു 5 പോയിന്റ് പഠിച്ചു വെക്കാൻ പറഞ്ഞു. ഇവിടെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് അതിനുള്ള ഗുണങ്ങൾ? ഒന്നെന്താണ്? എലിമിനേറ്റിംഗ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ്. അപ്പോൾ അതായത് ടാക്സ് ഡബിൾ ടാക്സ് അല്ലെങ്കിൽ കാസ്കേഡിംഗ് എഫക്റ്റ് കുറയ്ക്കും. ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബിക്കോസ് ഓഫ് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ, HSN, ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ നെയിമിംഗ് കൺവെൻഷൻ. അതായത് ഒരു സംഗതികൾക്ക് എന്താണ് നമ്മൾ ഈ കോഡ് നെയിമുകൾ കൊടുക്കുന്നതിൻ്റെ പേരാണ് നോമൻക്ലേച്ചർ. അത് ഓരോ പ്രൊഡക്റ്റുകൾക്കും കൊടുത്തത് കൊണ്ട് അതൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ സുഖമാണ് ഓരോ പ്രൊഡക്റ്റുകൾ. ഓൺ ഇ ടാക്സ് ജി എസ് ടി ഇമ്പോസ് ഓൺലി 1 ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് റീപ്ലേസിങ് ഓൾ ഹിഡൻ ടാക്സസ് ബൈ എ സിംഗിൾ ടാക്സ്. അപ്പോൾ ഒരു സിംഗിൾ ടാക്സാണ് വരുന്നത്. അത് ഗുണമാണ്. സാധനങ്ങളുടെ വില കുറയുന്നുള്ളതാണ്. ഈസി കംപ്ലയൻസ് ആണ്. അത് മനസ്സിലാക്കിയെടുക്കാനും അത് ചെയ്യാനും എളുപ്പമാണ്. റെഡ്യൂസിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കും. പിന്നെ എലിമിനേറ്റ്സ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി കുറയ്ക്കും. 1 പോയിന്റ് സിംഗിൾ ടാക്സ് ആണ്. റെഡ്യൂസ് ആവറേജ് ടാക്സ് ബേർഡൻ. അതായത് കൺസ്യൂമേഴ്സിൻ്റെ ടാക്സ് ബേർഡൻ കുറയ്ക്കും. അഴിമതി, കറപ്ഷൻ കുറയ്ക്കും. ഒരു ടാക്സ് റേറ്റിന് യൂണിഫോമിറ്റി വരും. അപ്പോൾ ഒന്ന് ടാക്സ് ഓൺ ടാക്സ് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ഈ ടാക്സ് ബേർഡൻ കുറയ്ക്കും. സിംഗിൾ പോയിന്റ് ടാക്സ് ആണ്. മൾട്ടിപ്ലിസിറ്റി കുറയ്ക്കുന്നുണ്ട്. ഈസി കംപ്ലയൻസ് ആണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ട്രാൻസാക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ് ഈ ടാക്സ് ഉള്ളത് നല്ലതാണ്. ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഉള്ളത് കൊണ്ട് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നല്ലതാണ്. ഒരു 6 പോയിന്റ്, ഇതിൽ ഏതെങ്കിലും ഒരു 6 പോയിന്റ് നോക്കിയിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ജി എസ് ടിയിൽ പഠിച്ചു വെക്കുക. ഇനി ബെനിഫിറ്റ് ഓഫ് ജി എസ് ടി ടു. ഓക്കെ, ഇനി നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് ജി എസ് ടി ടു വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ജി എസ് ടി അത് നിങ്ങളുടെ അടുത്ത് എസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജ് അതിലേക്ക് 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കുക. അപ്പോൾ ഒരു 6 പോയിന്റ് പഠിച്ചു വെക്കുക. ഇത് ചിലപ്പോൾ എസ് എ ചോദിക്കണമെങ്കിൽ 10 പോയിന്റ് അല്ലെങ്കിൽ 6-5 പോയിന്റ്. അപ്പോൾ 10 പോയിന്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ 5 പോയിന്റ്, നീഡ് ഒരു 5 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ ഈ പറയുന്ന ബെനിഫിറ്റ്സ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എസ് എ ആയിട്ട് ചോദിക്കുള്ളൂ. കാര്യം പലർക്കും പല ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ താല്പര്യ കക്ഷികളാണ്. അതിൽ സിറ്റിസൺസ് ജി എസ് ടി വെക്കുമ്പോഴാണ് ഒരു രാജ്യത്തെ പൗരന്മാരെന്താണ് സ്റ്റേക്ക് ഹോൾഡറാണ്. അപ്പോൾ രാജ്യത്തെ പൗരന്മാർക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അന്ന് ടാക്സ് സിസ്റ്റം കുറച്ചുകൂടി സിമ്പിളായി, ഒരു ബെനിഫിറ്റാണ്. പിന്നെ എന്താണ് സാധനങ്ങളുടെ വില കുറഞ്ഞു എന്നാണ് പറയുന്നത്. യൂണിഫോം പ്രൈസസ് ത്രൂ ഔട്ട് ദ കൺട്രി, രാജ്യത്തെ എല്ലാ സാധനത്തിനും ഒരേ വിലയായി. പിന്നെ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയി ടാക്സ് സിസ്റ്റം, അതുള്ളതാണ്. കാര്യം എന്താ വെച്ചാൽ കുറച്ച് സുതാര്യമായിട്ടുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് സിറ്റിസൺസിലുള്ള ബെനിഫിറ്റുകൾ. പിന്നെ ബെനിഫിറ്റ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. ട്രേഡിനും ഇൻഡസ്ട്രിക്കുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? റിഡക്ഷൻ ഇൻ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അത് ട്രേഡ് ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. കാസ്കേഡിംഗ് എഫക്റ്റും ഡബിൾ ടാക്സേഷനും കുറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് മിറ്റിഗേഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെന്താണ് മോർ എഫിഷ്യൻറ്റ് ന്യൂട്രലൈസേഷൻ ഓഫ് ടാക്സ് എസ്പെഷ്യലി ഇൻ ഫോർ എക്സ്പോർട്ടിനൊക്കെ വരുമ്പോൾ എന്താണ് ടാക്സ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റാണ്. നാഷണൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നന്നായിട്ടുണ്ട്. പിന്നെ സിംപ്ലർ ടാക്സ് റെജീമാണ്. ടാക്സ് റെജീം കുറച്ചുകൂടി സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ട്രേഡിനും അതായത് വ്യാപാരത്തിനുള്ള ബെനിഫിറ്റ്. പിന്നെ ഗവൺമെൻറ് വന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? യൂണിഫൈഡ് കോമൺ നാഷണൽ മാർക്കറ്റായി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നന്നാക്കും. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനൊക്കെ അത് ബെനിഫിറ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി കൂട്ടിയിട്ടുണ്ട്. ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ SGST IGST റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസെൻറ്റീവ് ടാക്സ് ഇവേഷൻ, അതായത് ടാക്സ് വെട്ടിപ്പ് കുറഞ്ഞിട്ടുണ്ട്.
റിഡക്ഷൻ ഇൻ കംപ്ലയൻസ് കോസ്റ്റ് ആണ്. അത് ആൾക്കാർക്ക് മനസ്സിലാക്കാനും ഈ GST കൈകാര്യം ചെയ്യാനുള്ള ചിലവ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, സിമ്പിൾ ടാക്സ് സിസ്റ്റമാണ്, ബ്രോഡനിങ് ഓഫ് ടാക്സ് ബേസ് ആണ്, ഇംപ്രൂവ്ഡ് റവന്യൂ കളക്ഷൻ, എഫിഷ്യൻസി ഓഫ് യൂസ് ഓഫ് റിസോഴ്സ് ആണ്. അതായത് ടാക്സ് കുറച്ചുകൂടി ബ്രോഡറായി, എല്ലാ മേഖലകളിലേക്ക് ടാക്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ടാക്സ് ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ട്, റവന്യൂ കൂടിയിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ വരുമാനം കൂടിയിട്ടുണ്ട്, പിന്നെ റിസോഴ്സ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെൻറ് ബെനിഫിറ്റുകൾ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക, ഈ ബെനിഫിറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതാണ് എക്സാമ്പിൾ ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ടാക്സും GST തമ്മിലുള്ള വ്യത്യാസമാണ്, ജസ്റ്റ് വായിച്ചു നോക്കുക. അത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നതാണ് ലിമിറ്റേഷൻസ് ഓർ നെഗറ്റീവ് ആസ്പെക്റ്റ് ഓഫ് GSTൻ്റെ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷനാണ്. ഒന്ന്, ഡുവൽ ടാക്സ് സിസ്റ്റം. GST being referred as single taxation system, but in reality it is a dual tax in which state and central government both collect tax. അപ്പോൾ സ്റ്റേറ്റും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് GSTയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു ഡുവൽ ടാക്സ് അവിടെ ഉണ്ട്. Being GST compliant, small and medium enterprise have been away from tax regime. They must quickly grasp the nuances of tax regime. അത് ചെറിയ സ്ഥാപനങ്ങൾക്ക് അധികം ടാക്സ് അടയ്ക്കില്ല. അപ്പോൾ GST ഒക്കെ വരുമ്പോഴോ ചെറിയ സ്ഥാപനങ്ങൾ എത്തിയിട്ടില്ല. പിന്നെ ഷോർട്ട് ടേം ബിസിനസ് ചലഞ്ചുകൾ GST സംബന്ധിച്ചുണ്ടാവാറുണ്ട്. ദ ട്രാൻസിഷൻ ടു GST, അതായത് നമുക്കറിയാം GST ഉണ്ടായ കാലത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന നമ്മുടെ തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ നടന്നു. കാരണം ഒരുപാട് ബിസിനസ്സുകാരുള്ള സ്ഥലങ്ങളാണ്, അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. കാര്യം ഈ ട്രാൻസിഷൻ പീരീഡ് പെട്ടെന്ന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ സമയത്ത് ബിസിനസ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷണൽ കോസ്റ്റ് വർദ്ധിച്ചിട്ടുണ്ട് GST പിരിക്കുന്നതിന്. പിന്നെ ഒരു ഓൺലൈൻ ടാക്സ് സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പോൾ unlike earlier tax regime, most invoicing was done through pen and paper. It might be difficult for smaller business to adopt technologically ridden change. അപ്പോൾ ഇവിടെ ഓൺലൈൻ വരുമ്പോൾ ചെറിയ സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതാണ് പറഞ്ഞത്. അത്രയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് ചെയ്യണം, ഒരുപാട് രജിസ്ട്രേഷൻ ചെയ്യാണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇൻഡിജിനസ് മാനുഫാക്ചറിങ്. ഇൻ കോൺട്രാറി ടു ദ മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ്, ഇറ്റ് വിൽ ഹിറ്റ് മാനുഫാക്ചറിങ് സെക്ടർ ആസ് ടാക്സ് എക്സംഷൻ വാസ് ബീൻ റെഡ്യൂസ് ഫ്രം 1.5 crore to 20 lakh. അതായത് 1.5 കോടിക്ക് വരെ ഉണ്ടാക്കുമ്പോൾ ടാക്സിന് ഇളവ് കൊടുത്തപ്പോൾ 20 ലക്ഷത്തിലേക്ക് കുറച്ചുണ്ടായിരുന്നു GST സമയത്ത്. അത് മാനുഫാക്ചറിങ് നന്നായിട്ട് ബാധിക്കും. പിന്നെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നന്നായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന GSTൻ്റെ കുറച്ച് ബാക്കി ഒരു 10 ഉണ്ട്, ഒരു 6 പഠിച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ തന്നെ എഴുതാം. ഡിസഡ്വാൻറ്റേജ് ചോദിക്കുകയാണെന്നാണ് ഇതേ പോയിന്റുകൾ തന്നെ എഴുതാന്നുള്ളതാണ്. അതൊന്ന് നോക്കി വെക്കുക.